ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം ജമ്മു കാശ്മീർ. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ രാജ്യം സ്വീഡൻ. വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ രാജ്യം സ്വീഡൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട് 1997. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട് 1997. അപ്പോൾ വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ രാജ്യം സ്വീഡൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട് 1997. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ സംഘടന കിസാൻ മസ്ദൂർ ശക്തി സംഗതൻ, രാജസ്ഥാൻ. കിസാൻ മസ്ദൂർ ശക്തി സംഗതൻ. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ സംഘടന കിസാൻ മസ്ദൂർ ശക്തി സംഗതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ സ്ഥാപകർ അരുൺ റോയ്, നിഖിൽ ഡേ, ശങ്കർ സിംഗ്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ സ്ഥാപകർ അരുൺ റോയ്, നിഖിൽ ഡേ, ശങ്കർ സിംഗ്. വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹി. വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹി. അപ്പോൾ വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ സംഘടന കിസാൻ മസ്ദൂർ ശക്തി സംഗതൻ, രാജസ്ഥാൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ സ്ഥാപകർ അരുൺ റോയ്, നിഖിൽ ഡേ, ശങ്കർ സിംഗ്. വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹി. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് വിവരാവകാശ കമ്മീഷണർ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും അതുപോലെ 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷന്മാരും അടങ്ങുന്നതാണ് വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം, ഷെഡ്യൂളിൻ്റെ എണ്ണം 2 വിവരാവകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം 2. വിവരാവകാശ നിയമപ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് പരാതി കൊടുത്താൽ 30 ദിവസത്തിനകം മറുപടി നൽകിയിരിക്കണം. വിവരാവകാശ നിയമപ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് പരാതി കൊടുത്താൽ 30 ദിവസത്തിനകം മറുപടി നൽകിയിരിക്കണം. അപ്പോൾ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം 2. വിവരാവകാശ നിയമപ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് പരാതി കൊടുത്താൽ 30 ദിവസത്തിനകം മറുപടി നൽകിയിരിക്കണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുത്താൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുത്താൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ വിവരം നൽകേണ്ടത് 48 മണിക്കൂറിനുള്ളിൽ. ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ വിവരം നൽകേണ്ടത് 48 മണിക്കൂറിനുള്ളിൽ. വിവരാവകാശ നിയമപ്രകാരം പരാതി സമർപ്പിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് 10 രൂപ. വിവരാവകാശ നിയമപ്രകാരം പരാതി സമർപ്പിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് 10 രൂപ. അപ്പോൾ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുത്താൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. അതുപോലെ ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചതാണെങ്കിൽ വിവരം നൽകേണ്ടത് 48 മണിക്കൂറിനുള്ളിലാണ്. വിവരാവകാശ നിയമപ്രകാരം പരാതി സമർപ്പിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് 10 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം ആദ്യമായി അപേക്ഷ സമർപ്പിച്ച വ്യക്തി ഷാഹിദ് റാസ ബർണെ. ഷാഹിദ് റാസ ബർണെ. വിവരാവകാശ നിയമപ്രകാരം ആദ്യമായി അപേക്ഷ സമർപ്പിച്ച വ്യക്തി ഷാഹിദ് റാസ ബർണെ, പൂനെ പോലീസ് സ്റ്റേഷനിലെ. കൃത്യമായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. കൃത്യമായ വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശ്.
വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ ടെലിഫോണിലൂടെ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ ടെലിഫോണിലൂടെ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ആദ്യമായി അപേക്ഷ സമർപ്പിച്ച വ്യക്തി ഷാഹിദ് റാസ ബർനെ, പൂനെ പോലീസ് സ്റ്റേഷനിൽ. കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അതുപോലെ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ ടെലിഫോണിലൂടെ സമർപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തിലെ സത്യാഗ്രഹികളിൽ പെടാത്തതാര്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസങ്ങളിലെ സത്യാഗ്രഹികളിൽ പെടാത്തതാര്? KP കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ. വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നിന്ന് എത്തിയവർ അകാലികൾ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നിന്ന് എത്തിയവർ അകാലികൾ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയത് 1925. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയത് 1925. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1923 കാക്കിനാഡ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് TK മാധവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1923 കാക്കിനാഡ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് TK മാധവൻ. അപ്പോൾ വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നിന്ന് എത്തിയവർ അകാലികൾ. അതുപോലെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയത് 1925. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1923 കാക്കിനാഡ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് TK മാധവൻ. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്ക്? വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചത് സേതുലക്ഷ്മി ബായിക്ക്. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്ക്? സേതുലക്ഷ്മി ബായിക്ക്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം. വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടുനിന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചത് സേതുലക്ഷ്മി ബായിക്ക്. വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടുനിന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23.